വിശദമായ വാർത്തയിലേക്കാണ്. മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവാനെയുടെ ലേഖനത്തിൽ ലോക്സഭയിൽ ഇന്നും ഭരണ പ്രതിപക്ഷ ബഹളം. ലേഖനം സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചതോടെയാണ് പ്രതിഷേധമുണ്ടായത്. ലേഖനം മേശപ്പുറത്ത് വെച്ച രാഹുൽ ഗാന്ധി ലേഖനം വായിക്കാൻ അനുമതി തേടിയെങ്കിലും അനുമതി നൽകിയില്ല. ഇതോടെ കെ സി വേണുഗോപാൽ അടക്കമുള്ള പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. മേശപ്പുറത്ത് കയറി പേപ്പറുകൾ കീറിയെറിഞ്ഞു. ബന്ധമില്ലാത്ത വിഷയം ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുവെന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ആരോപണം. കിരൺ റിജിജു സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കെ സി വേണുഗോപാൽ തിരിച്ചടിച്ചു. Permission to speak on the Honorable President's speech. I am speaking. What are you telling? What permission are telling to LOP? Permit Sir, him to Speaker, speak. sir. What is this? Sir, Speaker, 1 second. Sir. Speaker, sir. Sir, yesterday, Honorable Speaker, sir. Speaker has It given is a not a ruling. permission that I am being given, Speaker, sir. I am not being given a permission. What is the permission? I am the leader of opposition of this country. You are not giving me permission. He is the leader. It is my right. Rule 349, under Rule 349, no. Honorable Speaker has given a ruling under Rule 349. I am not given permission by anyone. I am leader of opposition. So I am just objecting to that. I have called your name. Everybody speaks with the I called permission your of the name. chair. Please. Nobody Because, can sir, above the chair. there was an altercation. Everybody speaks on the permission of the chair. Please speak, sir. 1 second. 1 second, sir. Yes, please speak. Speaker, sir, in Ladakh, in eastern Ladakh, there was a conflict. Our soldiers were killed. What is this? Are you keep ruling now? You keep ruling now. കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഇന്നലത്തെ ഇതിന് സമാനമായ സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇന്ന് സഭയിൽ ഉണ്ടായത്. ഈ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെ ആയിരിക്കില്ലേ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം തീരുമാനം? തീർച്ചയായും ഇന്നലത്തേതുപോലെ തന്നെയായിരുന്നു ഇന്നും രാവിലെ മുതൽ സഭയിലുണ്ടായ കാര്യങ്ങളെന്ന് പറയുന്നത്. 2 തവണ സഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു. രാവിലെ പ്രത്യേകിച്ച് ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമായി തന്നെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ വീണ്ടും സഭ നിർത്തിവെച്ച് 2 മണിക്ക് ശേഷം സഭ തുടർന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ കരസേനയുടെ മുൻ മേധാവിയായിട്ടുള്ള MM നരവാനെയുടെ കാരവൻ മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ലേഖനം വീണ്ടും വായിക്കാൻ ശ്രമിച്ചത്. അത് രാഹുൽ ഗാന്ധി ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചു. തുടർന്ന് തനിക്കത് വായിക്കാനുള്ള അനുമതി നൽകണമെന്ന് ചെയറിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ചെയർ അനുമതി നൽകിയില്ല. ഇതിനിടെ കിരൺ റിജിജു അടക്കമുള്ളവർ എഴുന്നേറ്റ് നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിൽ ഈ നരവാനെയുടെ ലേഖനം കള്ളമാണ്, ഈ സത്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളത് പറയുകയും ചെയ്തു. പക്ഷേ അതിനിടയിൽ പ്രതിപക്ഷ അംഗങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും പ്രതിപക്ഷ അംഗങ്ങൾ ഈ മേശയ്ക്ക് മുകളിലടക്കം കയറി നിന്നുകൊണ്ട് ഈ പേപ്പറുകൾ കീറി എറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനിടെ രാഹുലിനെ പിന്തുണച്ച് കെ സി വേണുഗോപാലും രംഗത്ത് വരികയും ചെയ്തു. ഈ ഘട്ടത്തിൽ കെ സി വേണുഗോപാലിൻ്റെ മൈക്ക് സ്പീക്കർ ഓഫാക്കുകയും ചെയ്തു. അങ്ങനെ വലിയ പ്രതിഷേധം ഉയർന്നതോടുകൂടി 3 മണിവരെ സഭ നിർത്തി വെക്കുകയും ചെയ്തിരുന്നു. ഏതായാലും 3 മണിക്ക് സഭ ചേർന്നപ്പോൾ ആണ് ഈ പ്രതിപക്ഷ അംഗങ്ങൾ ആരും തന്നെ സഭയിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ നടപടിയിൽ, അതായത് പ്രതിപക്ഷ അംഗങ്ങളുടെ ഈ പേപ്പർ കീറിയെറിഞ്ഞ് മേശയ്ക്ക് മുകളിൽ കയറി നിന്ന് പേപ്പർ കീറിയുള്ള പ്രതിഷേധത്തിൽ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് 7 എംപിമാർക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. അതിൽ കേരളത്തിൽ നിന്നുള്ള ഹൈബി ഈഡൻ, അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസ് MP എന്നിവരും ഉണ്ട്. അതുപോലെ തന്നെ മാണിക്കൻ ടാഗോർ അടക്കമുള്ളവരും ഈ കോൺഗ്രസ് എംപിമാരായ മാണിക്കൻ ടാഗോറും ഈ 7 പേരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ 7 പ്രതിപക്ഷ എംപിമാർക്കെതിരെ ഇപ്പോൾ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ വീണ്ടും സഭാ നടപടികൾ തുടങ്ങുമ്പോഴും സ്വാഭാവികമായും പ്രതിഷേധം തുടരാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇത് മാത്രമല്ല, ഇപ്പോൾ
ഇപ്പോൾ പാർലമെന്റിൽ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങിയ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി ചോദിച്ചത് അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യം അമേരിക്കയ്ക്ക് ഇന്ത്യയെ പ്രധാനമന്ത്രി വിറ്റു എന്നുള്ളൊരു ആരോപണമാണ് ആ ഘട്ടത്തിൽ ഉന്നയിച്ചത് എന്നുള്ളതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നാളെ ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറും അതിനോടൊപ്പം തന്നെ ഈ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള ഈ നരവാനയുടെ ലേഖനത്തിലെ ആ കാര്യങ്ങളും കൂടുതൽ സഭയിൽ ഉന്നയിക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഏതായാലും ഇന്നിപ്പോൾ ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.